ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് തീ കത്തിക്കാത്ത ചോറിന് കറി തയ്യാറാക്കി എടുത്താലോ. നല്ല ഹെവി ആയിട്ടൊക്കെ കഴിച്ചതിന് ശേഷം ഇത് കൂട്ടി ചോറ് കഴിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ്. വേഗത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാൻ നല്ല രുചിയാണ്. നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ ഇവിടെ ആദ്യം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഞെരടി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളിപ്പിനനുസരിച്ചിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല പുളിപ്പുള്ള പുളിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇടികല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക്. എരിവ് നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. 4 വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 4 എണ്ണം ചേർക്കാം, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഉപ്പ്, കല്ലുപ്പുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. 1 തണ്ട് കറിവേപ്പില, 1 പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം, 2 എണ്ണം വരെ ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. നമ്മളിത് വേവിച്ചൊന്നും എടുക്കുന്നില്ല, അപ്പോൾ നന്നായിട്ട് തന്നെ ചതച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കുക. വലിയ വലിയ കഷ്ണങ്ങളായിട്ടൊന്നും കിടക്കാൻ പാടില്ല. ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുളി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. മധുരം കൂടി പോവരുത്, ഒന്ന് ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചേർത്താൽ മതി. നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പച്ചമുളകോ കുരുമുളകോ ഒന്ന് ചതച്ചിട്ട് ചേർത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രസം റെഡിയായിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിലൊക്കെ പച്ചപ്പുളി രസം എന്നാണ് പറയുന്നത്. നല്ല ഹെവി ആയിട്ടൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ സദ്യക്ക് രസം കഴിക്കില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഗ്യാസൊക്കെ തീർന്നു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കാൻ മടിയുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ്. ഞാനിതിൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം കേട്ടോ. ഇത് ചോറിനോടൊപ്പം ഒഴിച്ച് കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.